വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ബാഡ് എന്ന ചൈനീസ് ഓൺഗോയിങ് സീരീസാണ് നമ്മൾ തുടങ്ങുന്നത്. ദൈവത്തോട് ഒരു ബോയ് ഫ്രണ്ടിനെ ചോദിച്ചപ്പോൾ 500 വർഷം മുമ്പുള്ള ഒരാളെ തന്നാൽ എന്തായിരിക്കും സ്ഥിതി? മോഡേൺ വേൾഡിൽ നിന്ന് നായിക ഹിസ്റ്റോറിക്കൽ കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോകുന്ന കുറേ ഡ്രാമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹിസ്റ്റോറിക്കൽ കാലഘട്ടത്തിലെ ഒരു നായകൻ നമ്മുടെ മോഡേൺ വേൾഡിലേക്ക് എത്തിപ്പെടുന്ന ഒരു അടിപൊളി ഡ്രാമയാണിത്. 22 വയസ്സുള്ള നാൻസിങ് ആണ് നമ്മുടെ ഹീറോയിൻ. ഗ്രാജുവേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. കഥയെഴുത്താണ് മെയിൻ ഹോബി. ലൂ സീഷൻ എന്ന റൈറ്ററുടെ വലിയൊരു ഫാനാണ് അവൾ. ഇപ്പോൾ തന്നെ സീഷന്റെ ഒരു ഓട്ടോഗ്രാഫ് സെഷനിൽ പങ്കെടുക്കാനായി പോവുകയാണ്. വഴിയിൽ വെച്ചൊരു പയ്യൻ അവളെ ഒന്ന് മുട്ടി നോക്കുന്നുണ്ട്. അവൾ സീഷന്റെ ഓട്ടോഗ്രാഫ് സെഷന് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ടേക്കാണ്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ ചെല്ലുന്നു. ഇതുവരെ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നാൻസിങ് ചെറുതായി ത്രില്ലടിക്കുന്നുണ്ട്. നാൻസിങ് ഒരു അത്ലറ്റ് ആണ്. അതറിഞ്ഞപ്പോൾ ഏതിലാണ് മേജർ ചെയ്തിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൻ തന്നെ 1-2 സ്പോർട്സിന്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ അവൾ മറുപടി പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് സസ്പെൻസ് ഇട്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് അവർക്ക് മുന്നേ പോയ ഒരു പെൺകുട്ടിയുടെ ബാഗ് ബൈക്കിൽ വന്നൊരു കള്ളൻ തട്ടിക്കൊണ്ട് പോയത്. താഴെ വീണ പെൺകുട്ടിയുടെ അടുത്തേക്ക് അവർ ഓടിച്ചെല്ലുന്നു. പയ്യൻ കള്ളന്റെ പുറകെ പോയപ്പോഴേക്കും നമ്മുടെ നാൻസിങ് ചാടി എഴുന്നിട്ട് കയ്യിലിരുന്ന ബുക്ക് കൊണ്ടൊരു കിടിലൻ പെർഫോമൻസ് നടത്തുന്നുണ്ട്. ബുക്ക് പറഞ്ഞു തന്ന് കൃത്യം ആ കള്ളന്റെ തലയ്ക്ക് തന്നെ കൊണ്ടായാൽ ബൈക്കിൽ നിന്ന് താഴെ വീഴുന്നു. പോരാഞ്ഞിട്ട് നമ്മുടെ നാൻസിങ് ഓടിച്ചെന്ന് കള്ളനെ എടുത്തിട്ട് ശരിക്കും പെരുമാറുന്നു. അത്ലറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? അവളെ മുട്ടൻ വന്ന പയ്യനും ആകെ ഷോക്കായി നിൽക്കുകയാണ്. അവൾ കള്ളന്റെ കൈയൊക്കെ പിടിച്ച് കുത്തിയടിക്കുന്നത് കൂടി കണ്ടപ്പോൾ അവന് മതിയായി. ഓട്ടോഗ്രാഫ് സെഷൻ കഴിയാറായി കാണും, അതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണെന്ന് പറഞ്ഞ് അവൻ സ്ഥലം വിടുന്നു. ഇത്ര വയസ്സായിട്ടും അവൾക്ക് ഇതുവരെ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതിന്റെ കാരണം ഇപ്പോൾ ഏകദേശം പിടിയിട്ട് കാണുമല്ലോ. ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനും ഒക്കെ പോയത് കാരണം അവൾക്ക് ഓട്ടോഗ്രാഫ് സെഷനിൽ പോകാൻ പറ്റിയില്ല. കോച്ചിങ് സെന്ററിലെത്തി അവളുടെ ജൂനിയറും ഫ്രണ്ടുമായ സിസിയോട് വഴിയിൽ നടന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നാൻസിങ് ഇപ്പോൾ കോച്ചിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അവിടെ പോകുന്നത്. നാൻസിങ് വഴിയിൽ കാണുന്ന ഇത്തരം പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. പലതവണ അവൾക്ക് ധീരതയ്ക്കുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി വെക്കാൻ കോച്ചിൻ്റെ ഓഫീസിൽ സ്ഥലം തികയില്ലല്ലോ എന്ന് സിസി തമാശയായി പറയുന്നു. നാൻസിങ് അടുത്ത ദിവസം അവളുടെ ഐഡലായ സീഷന്റെ ഓഫീസിൽ അവൻ്റെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുമ്പോഴേ അവൾക്ക് ജോലി കിട്ടിയതുപോലെയാണ് സിസി പ്രതികരിച്ചത്. അവരുടെ വർത്തമാനം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഗുവ എന്ന ജൂനിയർ പയ്യൻ, ചേച്ചി ഇപ്പോൾ പഠിത്തം കഴിഞ്ഞതല്ലേ ഉള്ളൂ, എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ അസിസ്റ്റന്റ് ജോലിയൊക്കെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും കൂടി അവൻ്റെ നേർക്ക് ചാടിക്കയറുന്നു. എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല എന്ന് കരുതി കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതല്ലേ ഉള്ളൂ, മാത്രമല്ല ഐഡലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നല്ല രസമായിരിക്കും എന്ന് നാൻസിങ് പറയുന്നു. അവൾ വീട്ടിലേക്ക് തിരികെ പോകുന്ന വഴിക്ക് വീടിനടുത്തുള്ള ഫെയറി ഫൗണ്ടന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല. അവളുടെ അച്ഛനും അനിയനും മരിച്ചു പോയതാണ്. വാങ്ങിക്കൊണ്ടുവന്ന ഫ്രൂട്ട്സ് അവൾ അവരുടെ ചിത്രത്തിന് മുന്നിൽ വെച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അവളുടെ മുറിയിൽ ഫോട്ടോസൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ അസീഷൻ്റെ ഫോട്ടോ ഏറ്റവും വലുതായി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് നോവലിൻ്റെ ഒരു കോപ്പിയും അവനെക്കുറിച്ച് ന്യൂസ് വന്ന ഒരു മാഗസീനും അവളുടെ കയ്യിലുണ്ട്. അതൊക്കെ എടുത്തൊന്ന് നോക്കിയതിന് ശേഷം അവൾ ലാപ്ടോപ്പ് ഓണാക്കി പുതിയ കമൻസ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. സീഷനെ നായകനാക്കി അവൾ ഒരു ഫാൻ ഫിക്ഷൻ നോവൽ എഴുതുന്നുണ്ട്. അതിൻ്റെ കമൻസ് ആണ് അവൾ നോക്കിയത്. ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയാണത്. നായകനായ സീഷൻ മാർഷൽ ആർട്സ് മാസ്റ്ററാണ്. അവൻ നാൻസിയോങ് എന്ന ഹീറോയിനെ കണ്ടുമുട്ടി അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. അതൊക്കെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു തീം. പക്ഷെ നമ്മുടെ നാൻസിങ്ങിൻ്റെ ഉള്ളിലെ കലാകാരിയെ നിരാശയാക്കുന്ന വിധത്തിൽ രൂക്ഷ വിമർശനങ്ങളാണ് കമൻ്റായി അവൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സീഷനെ ഡേറ്റ് ചെയ്യണമെന്നുള്ള അവളുടെ ആഗ്രഹമാണ് കഥയിലൂടെ കാണിക്കുന്നത്. കഥയിൽ നല്ലൊരു വില്ലൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് സീഷന്റെ ഫാൻസ് കമൻറ്റ് ബോക്സിൽ പൊങ്കാല തന്നെ നടത്തുന്നുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങളെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഒരു വില്ലനെ ഇന്നാ പിടിച്ചതെന്ന് പറഞ്ഞ് അവൾ സ്പോട്ടിൽ ഒരു വില്ലൻ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സൂപ്പർ സ്ട്രോങ് വില്ലൻ. സ്നേഹവും ദയയും ഒന്നും വഴിയിൽ കൂടി പോയിട്ടില്ല. ഒരായുധം പോലും ഇല്ലാതെ 100 പേരെ ഒന്നിച്ച് നേരിടാൻ അവൻ ഒറ്റയ്ക്ക് മതി. കാണാൻ അതിസുന്ദരൻ. അവനാണ് ഹിഹുവാനിലെ യങ് മാസ്റ്റർ ഷാവുദി. അവൻ്റെ സ്വഭാവം കൂടി നല്ലതായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ രക്ഷിക്കാൻ അവൻ മതിയായിരുന്നു എന്ന് ആളുകൾ പറയുമായിരുന്നു. നായകനുമായുള്ള വിവാഹത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന നായികയെ വഴിയിൽ തടഞ്ഞ് അവളുടെ കാവൽക്കാരെ മുഴുവൻ നിമിഷം കൊണ്ട് അവൻ ആക്രമിച്ച് കീഴടക്കുന്നു. പല്ലക്കിൽ നിന്ന് പുറത്തിറങ്ങിയ നായിക മറ്റാരുമല്ല, നമ്മുടെ നാൻസിങ് തന്നെ. കഥ അത്രയും ആയപ്പോഴേക്കും നാൻസിങ്ങിൻ്റെ അമ്മ അവനാൾ കൊള്ളാമല്ലോ എന്ന് പുറകിൽ നിന്ന് പറയുന്നതിനാൽ അവൾ കഥയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. നിന്റെ നായകൻ സീഷനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഷാവുദി. കാണാനും കൊള്ളാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ അത് മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ, അവൻ്റെ അത്ര മോശം സ്വഭാവം വേറെ ആർക്കും ഉണ്ടാകില്ല എന്നവൾ പറയുന്നു. ആണുങ്ങളുടെ സ്വഭാവം നന്നാവുന്നതൊക്കെ പെണ്ണുങ്ങളുടെ മിടുക്ക് പോലെ ആയിരിക്കും. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. നിന്നോട് ഇതും പറഞ്ഞിരുന്നാൽ എൻ്റെ സമയം പോകുമെന്ന് പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് പോകുന്നു. നാൻസിങ്ങിൻ്റെ അമ്മയ്ക്ക് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ദിവസവും എന്തെങ്കിലും പുതിയ റെസിപ്പി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും പുതിയ റെസിപ്പി ട്രൈ ചെയ്യാനാണ് പോകുന്നത്. അമ്മ അവളെ സഹായത്തിന് വിളിച്ചെങ്കിലും എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അവൾ ഫെയറി ഫൗണ്ടന് മുന്നിലെത്തിയപ്പോൾ ഒരാൾ ഫൗണ്ടനുള്ളിൽ വീഴുന്ന നാണയങ്ങൾ കോരിയെടുക്കുന്നത് കണ്ട് അടുത്തേക്ക് ചെല്ലുന്നു. നാൻസിങ്ങിന് കുട്ടിക്കാലം മുതലേ അയാളെ അറിയാം. ആളുകൾ ഓരോ ആഗ്രഹം സാധിക്കാനായി ഫൗണ്ടന് മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് നാണയങ്ങൾ അതിനുള്ളിലേക്ക് എറിയാറുണ്ട്. കൂടുതലും കപ്പിൾസാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അതിൽ വീഴുന്ന നാണയങ്ങളൊക്കെ ഇദ്ദേഹം കോരിയെടുക്കുകയാണ് പതിവ്.
അതറിയാവുന്നത് കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എങ്കിലും അവൾ അതിനുള്ളിൽ നാണയം ഇടാറില്ല. മാത്രമല്ല, പണ്ടായിരുന്നെങ്കിൽ ഈ നാണയങ്ങൾ കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇതുകൊണ്ട് നാരങ്ങ മുട്ടായി പോലും കിട്ടില്ല. എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് പറഞ്ഞ് അവൾ അയാളെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. നാളത്തെ ഇൻ്റർവ്യൂ പാസ്സായി ശ്രീഷൻ്റെ അസിസ്റ്റൻ്റ് ആക്കാൻ പറ്റണേന്ന് അവൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നീ നാണയം ഇടുന്നില്ല എന്ന് അയാൾ ചോദിക്കുന്നു. ഞാൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാനല്ലേ? ഞാൻ ഇടുന്നില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, നിന്റെ നാണയം എനിക്ക് വേണ്ട, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റ് അതിനുള്ളിലേക്ക് ഇട്ടാൽ മതി, അതിട്ടാൽ നീ ആഗ്രഹിക്കുന്ന പോലെ സാധിക്കും. സംശയമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അയാൾ പറയുന്നു. ഇത് എൻ്റെ കയ്യിൽ തട്ടിയെടുക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞവൾ അതിൽ മുറുകെ പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കപ്പിൾ അവിടേക്ക് വന്നത്. അദ്ദേഹം അവർക്കരികിലേക്ക് ചെന്നിട്ട് ഇവിടെ നാണയമിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സ്നേഹം എന്നത് നിലനിൽക്കുന്ന വിധത്തിൽ ഇവിടുത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, സിംഗിളായിട്ടുള്ളവർക്ക് മാത്രമേ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുള്ളൂ എന്ന് കളിയാക്കി പറഞ്ഞിട്ട് അവർ പോകുന്നു. നമ്മുടെ നാൻസിങ്ങിന് അത് കൊള്ളുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്നത് ഇത്രയ്ക്ക് വലിയ കാര്യമാണോ? എനിക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ അവൾ അറിയാതെ പറഞ്ഞു പോകുന്നു. നാണയം പെറുക്കിക്കൊണ്ട് നിന്നിരുന്ന ആൾ അത് കേട്ട് അർത്ഥം വെച്ച് തല വിലുക്കുന്നുണ്ട്. ആ സമയത്ത് നാൻസിങ്ങിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ആ ലോക്കറ്റ് തനിയെ അഴിച്ച് ഫൗണ്ടൈനുള്ളിലേക്ക് വീഴുന്നു. അത് പിടിക്കാനായി ഫൗണ്ടൈനുള്ളിലേക്ക് കൈയിട്ട് അവൾ പെട്ടെന്ന് വെള്ളത്തിനടിയിൽ എത്തിപ്പെട്ടതുപോലെ ആകുന്നു. അവളുടെ നാണയം കിടന്നിരുന്ന സ്ഥാനത്ത് നമ്മൾ മുമ്പ് നാൻസിങ്ങിൻ്റെ കഥയിൽ കണ്ട വില്ലൻ സൗദിയും വരുന്നു. വെള്ളത്തിനടിയിലേക്ക് പോയ നാൻസിങ് ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വെള്ളത്തിനടിയിൽ ഒരാൾ കിടക്കുന്ന കണ്ട് ഇത് ആരാണ്, ഇയാൾ ഇവിടെ എന്താണ് കിടക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് തൊടുന്നു. അപ്പോഴേക്കും ഒരു പ്രകാശം വന്ന് അവർ രണ്ടുപേരും മുടന്നു പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഫൗണ്ടൈൻ്റെ ഭിത്തിയിൽ ചാരിയുന്നുറങ്ങുന്ന നാൻസിങ്ങിനെയാണ്. കണ്ണു തുറന്ന് അവൾ സ്വപ്നം കണ്ടതായിരുന്നു എന്ന് വിചാരിച്ച് ആശ്വസിച്ചെങ്കിലും മടിയിൽ കിടക്കുന്ന ആളെ കണ്ട് ഞെട്ടുന്നു. വെള്ളത്തിനടിയിൽ കണ്ട ആളാണെന്ന് മനസ്സിലായപ്പോൾ ഞാനിപ്പോൾ സ്വപ്നം കാണുകയാണെന്ന് ചിന്തിച്ച് അവൾ അവൻ്റെ മുഖത്ത് തൊട്ട് നോക്കുന്നു. സ്വപ്നമല്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ അവനെ മടിയിൽ നിന്ന് തട്ടി താഴെ എറിയുന്നു. എന്നിട്ടും അവന് അനക്കമൊന്നുമില്ലാത്തതിനാൽ അവൾ ചെറുതായി പേടിക്കുന്നുണ്ട്. കുലുക്കി നോക്കിയിട്ടും അനക്കമൊന്നുമില്ലാത്തതിനാൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി അവൾ ഫോൺ തിരഞ്ഞെങ്കിലും ഫോൺ എടുക്കാതെയാണ് അവൾ പുറത്തേക്ക് വന്നത്. പിന്നെ വേറെ വഴിയൊന്നുമില്ലാതെ അവൾ അവനെ പൊക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതിപ്പോൾ കഥയിലൊക്കെ കാണുന്ന പോലെ ഉണ്ടല്ലോ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്യൂം ധരിച്ച നായകനെ നായിക രക്ഷിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളുമായി പ്രണയത്തിലാകുന്നു. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ നടക്കുന്നത്. ഈ സമയത്ത് അവൻ കണ്ണു തുറക്കുന്നു. എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് അറിയാതെ അവൻ അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി കിടക്കുകയാണ്. തനിയെ സംസാരിച്ച് നടക്കിയിരുന്ന നാൻസിങ് കുറച്ചു കഴിഞ്ഞാണ് അവൻ ഉണർന്നത് കണ്ടത്. നീ ഉണർന്നിട്ട് എന്താണ് പറയാത്തത്? ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വലിയ താല്പര്യമാണോ എന്ന് പറഞ്ഞ് അവനെ താഴെ നിർത്തിയിട്ട് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അങ്ങ് പോയാലോ, നിനക്ക് ഞാനുമായി പ്രണയത്തിലാകണ്ടേ എന്ന് ചോദിച്ച് അവളെ പിടിച്ചു നിർത്തുന്നു. പറഞ്ഞുകൊണ്ട് വന്നതെല്ലാം അവൻ കേട്ടു എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ഏതായാലും ചമ്മൽ പുറത്ത് കാണിക്കാതെ നിനക്ക് എന്നെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഈ പരിസരത്ത് ആരോട് ചോദിച്ചാലും എന്നെക്കുറിച്ച് അറിയാം. കോളേജിൽ ഞാൻ വളരെ ഫേമസ് ആയിരുന്നു. എൻ്റെ ഡിസ്കസ് ഞാനിത് കൊണ്ടുവന്നിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാനിപ്പോൾ ശരിയാക്കിയെന്നൊക്കെ പറയുന്നു. അവൻ ഇവിടെയെങ്കിലുള്ള ആളല്ലെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. മാർഷൽ ആർട്സ് വേൾഡിൽ നിന്ന് വന്നതാണ്. പക്ഷേ എങ്ങനെ ഇവിടെ എത്തിയപ്പെട്ടെന്ന് അവനൊരു പിടിയുമില്ല. അവളുടെ വേഷവും സംസാരം കണ്ടപ്പോൾ അവൾക്ക് വട്ടാണെന്ന് തന്നെ അവൻ വിചാരിക്കുന്നു. അവൾ അപ്പോഴും അവനോട് തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നിന്നെ രക്ഷിക്കുകയല്ലേ ചെയ്തത്, പിന്നെ നിന്നോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണെന്ന് അവൾ ചോദിക്കുന്നു. എവിടെ നിന്നാണ് രക്ഷിച്ചതെന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ അവനെ ഫൗണ്ടൈൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരാൾക്ക് മര്യാദയ്ക്ക് മുങ്ങാൻ പോലും വെള്ളമില്ലാത്ത ആ ഫൗണ്ടനിൽ മുങ്ങിത്താണ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല ഡ്രസ്സൊന്നും നനഞ്ഞിട്ടുമില്ലാത്തത് കൊണ്ട് അവൾക്ക് തെളിയിക്കാനും കഴിയുന്നില്ല. ഇതിലേക്ക് വീണ് എൻ്റെ കോയിൻ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞപ്പോഴാണ് കോയിൻ്റെ കാര്യം അവൾ ഓർമ്മിക്കുന്നത്. അവൾ ഫൗണ്ടൈനുള്ളിൽ തിരയാൻ തുടങ്ങിയപ്പോൾ അവൻ കയ്യിലുണ്ടായിരുന്ന കോയിൻ കാണിച്ചിട്ട് ഇതാണോ നീ തിരയുന്നതെന്ന് അന്വേഷിക്കുന്നു. വെള്ളത്തിൽ വീണ കോയിൻ അവൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട് അത് തിരികെ വാങ്ങാൻ അവൾ ശ്രമിച്ചെങ്കിലും ഇത് നിൻ്റേതാണ് എന്നതിന് എന്ത് തെളിവാണുള്ളത്? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാമെങ്കിൽ തിരികെ തരാം എന്നവൻ പറയുന്നു. ഞാൻ എന്തിനാണ് നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്? നീ ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ ധരിച്ച് ഈ പാർക്കിൽ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല എന്നൊക്കെ അവൾ പറയുന്നു. അവൻ്റെ ഡ്രസ്സിനെ അവൾ കളിയാക്കിയപ്പോൾ നീ ഇതെന്ത് വേഷമാണ് ധരിച്ചിരിക്കുന്നത് എന്നവൻ തിരിച്ചു ചോദിക്കുന്നു. മാത്രമല്ല ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്നവൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നവൻ ചിന്തിക്കുന്നുണ്ട്. അവളോട് കൂടുതൽ സംസാരിച്ചാൽ വെറുതെ കുഴപ്പത്തിൽ ചെയ്ത് ചാടുകയുള്ളൂ എന്ന് കരുതി അവൻ കോയിൻ താഴെ ഇട്ടിട്ട് അവർ തൊള്ളാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെങ്ങനെയാണ് നിൻ്റെ കയ്യിൽ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അതും എടുത്ത് അവൻ്റെ പുറകെ ചെല്ലുന്നു. അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുമുണ്ട്. നീ എന്നോട് അടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ പിടിവിടുന്നു. എൻ്റെ മനസ്സ് കീഴടക്കാൻ നിനക്ക് പറ്റില്ലെങ്കിലും ശരീരം വേണമെങ്കിൽ സ്വന്തമാക്കാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിന്നെ ആർക്ക് വേണമെന്നവൾ ചോദിച്ചപ്പോൾ ഒരു വിരൽ കൊണ്ട് അവളുടെ വായടപ്പിച്ചിട്ട് നിനക്കെന്നെ വേണ്ടെന്ന് ഉറപ്പാണോ? എൻ്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി കരുതിയാൽ മതിയെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യാനായി മുന്നോട്ടായിരുന്നു. അവളൊന്ന് സ്റ്റക്കായെങ്കിലും അവൻ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഓടി മാറിയിട്ട് ഞാൻ കഥയിലൊക്കെ കാണുന്ന പോലെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാണ്, അല്ലാതെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. ആ സമയത്ത് അവൻ സ്ഥലം വിടുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. അവൻ കുറേ സമയം ചുറ്റി നടന്ന സ്ഥലമൊക്കെ കാണുന്നു. ഇത് ഏത് സ്ഥലമാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവിടുത്തെ രീതികളൊക്കെ എൻ്റെ നാട്ടിൽ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഹിസ്റ്ററി ബുക്കുകൾ കിട്ടിയിരുന്നെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാമായിരുന്നു.
എന്നൊക്കെ ചിന്തിച്ച് അവൻ എങ്ങോട്ടൊന്നുമില്ലാതെ നടക്കുകയാണ്. റെഡ് ലൈറ്റ് കിടന്നിട്ടും അവൻ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് രണ്ട് പെൺകുട്ടികൾ അവനെ പിടിച്ചു നിർത്തുന്നു. അവൻ്റെ വേഷം കണ്ടവർ അവനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ലൈറ്റ് മാറിയപ്പോൾ അവർ പോകുന്നത് കണ്ട് അവനും പുറകെ പോകാൻ തുടങ്ങിയപ്പോൾ ഫൗണ്ടന് മുന്നിൽ നാണയം പെറുക്കാനുള്ള ആൾ ഒരു ഫോണിലൂടെ സംസാരിക്കുന്നത് പോലെ അതുവഴി വന്ന് അവനോടൊന്നോണം അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിങ്ങൾ തമ്മിൽ ഇനിയും കാണും. കാരണം നിങ്ങൾ ഒരുമിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. അവനത് കേട്ടെങ്കിലും ഫോണിലൂടെയാണെന്ന് കരുതി അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ വിജയകരമായി ഈ ലോകത്തേക്ക് എത്തി എന്ന് അദ്ദേഹം അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. റെഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ച പെൺകുട്ടികളുടെ സഹായത്തോടെ അവൻ ഹിസ്റ്ററി ബുക്ക് കിട്ടുന്ന ഒരു ലൈബ്രറി കണ്ടുപിടിക്കുന്നു. പക്ഷേ ഇനി നാളെ രാവിലെ ഇവിടെ തുറക്കുകയുള്ളൂ. അതുവരെ കാത്തിരിക്കേണ്ടി വരും എന്നവർ പറയുന്നു. അവൻ്റെ ഡ്രസ്സിങ് കണ്ട് അവന് ക്ലാസിക് സ്റ്റൈലാണ് ഇഷ്ടം എന്നാണ് അവർ കരുതിയത്. അവൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നവർ ചോദിക്കുന്നു. ഫോട്ടോ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൻ ഓക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലായിരുന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഫോണിൽ ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ അതാണ് ഫോട്ടോ എന്ന് അവന് മനസ്സിലാക്കുന്നുണ്ട്. അവർ നിൽക്കുന്നത് പോലെ തന്നെ അവനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. അവർ പോയ ശേഷം അവൻ ലൈബ്രറിക്കുള്ളിൽ കിടക്കുന്നു. അവൻ അതിനുള്ളിൽ കയറാൻ വാതിൽ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. മാർഷൽ ആർട്സ് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ സിമ്പിളായി ബിൽഡിങ്ങിന് മുകളിലൂടെ അതിനുള്ളിൽ കടക്കുന്നു. വീട്ടിൽ മടങ്ങിയെത്തി നാൻസിങ്ങിൻ്റെ ഭാവം കണ്ട് നീ ആരെ കാണാൻ പോയതായിരുന്നു എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഒരു തെമ്മാടിയെ കണ്ടിട്ട് വരികയാണ്. അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അവനെ കണ്ടാൽ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. തെമ്മാടിയാണെങ്കിൽ കുഴപ്പമില്ല, സാധാരണ ലെവലിലുള്ള തെമ്മാടികൾക്ക് നിന്റെ അടുത്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അമ്മ അത് നിസ്സാരമായി തള്ളിക്കളയുന്നു. പുതിയ റെസിപ്പി നോക്കി ഒരു ഡിഷ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അവർ അവൾക്ക് കഴിക്കാൻ നൽകുന്നുണ്ട്. കഴിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ അവൾ TV ഓണാക്കിയപ്പോൾ അതിൽ സീഷൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയായിരുന്നു. അവൻ്റെ പാർട്ട്ണറും കമ്പനിയുടെ CEO-യുമായ മിസ് എയും ഒപ്പമുണ്ട്. സീഷനെ കണ്ടപ്പോഴേ നാൻസിങ് ത്രില്ലടിക്കുന്നത് കണ്ട് ഇങ്ങനെയാണെങ്കിൽ നാളെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണുകയാണെങ്കിൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നു. എന്തായാലും അദ്ദേഹമായിരിക്കില്ല എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ആണെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. എനിക്ക് പിന്നെ മൊത്തത്തിൽ ഒരു മരവിപ്പായിരിക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. മിസ് എ അവൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് തോന്നുന്ന അമ്മ പറഞ്ഞപ്പോൾ അവർ ക്ലാസ്മേറ്റ്സ് ആണ്, ഒരുമിച്ചാണ് കമ്പനി തുടങ്ങിയത്, അല്ലാതെ അവർക്കിടയിൽ റിലേഷൻ ഒന്നുമില്ല എന്നവൾ പറയുന്നു. നമ്മുടെ ഹീറോ ഈ സമയം ലൈബ്രറി അരിച്ചു വെറുക്കുകയായിരുന്നു. മിങ് ഡൈനാസ്റ്റിയെക്കുറിച്ചുള്ള പുസ്തകം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഊഹിച്ചതുപോലെ തന്നെ തങ്ങളുടെ വംശം ഇവിടെ ഒരു ഹിസ്റ്ററി ആയിരിക്കുന്നു എന്നും അത് കഴിഞ്ഞിട്ട് 500 വർഷങ്ങൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നും അവന് മനസ്സിലാകുന്നു. എന്തിനാണ് താൻ ഫ്യൂച്ചറിലേക്ക് വന്നതെന്ന് മാത്രം അവന് പിടിയും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ചുള്ള കുറേ പുസ്തകങ്ങൾ അവനവിടെ കുത്തിയിരുന്ന് വായിച്ച് മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം ഇൻ്റർവ്യൂവിന് ഏത് ഡ്രസ്സ് ഇട്ട് പോകണമെന്ന് അറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് അമ്മ അവളുടെ അടുത്തേക്ക് വന്നത്. അവളുടെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ലുക്കുള്ളതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ അമ്മയുടെ ഡ്രസ്സ് കടം വാങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആ ഡ്രസ്സും ഹൈ ഹീൽസും ഒക്കെ ധരിച്ച് റെഡിയായി അവൾ ഇൻ്റർവ്യൂവിന് പോകുന്നു. ഹീൽസ് ധരിക്കുന്ന പതിവില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണ് അവൾ നടക്കുന്നത്. എന്നാലും അത്യാവശ്യം കോൺഫിഡൻസോടെ അവൾ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിലിരിക്കുന്നു. അതൊരു പബ്ലിക്കേഷൻ കമ്പനി ആയിരുന്നതിനാൽ പഠിച്ചത് സ്പോർട്സ് കോളേജിലായതും മുമ്പ് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുമൊക്കെ മൈനസ് പോയിന്റ് ആകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ജോലിക്ക് ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ കസേരയിൽ ചാടി എഴുന്നേറ്റ് ഞാൻ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ സ്ഥിരമായി വായിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്താൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നി എന്നൊക്കെ പറയുന്നു. അവളെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ സീഷൻ അവിടേക്ക് കയറി വരുന്നുണ്ട്. ഐഡലിനെ നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. നാൻസിങ് അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ കഴിയുന്നില്ല. അവളുടെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾ ചോദിച്ചപ്പോൾ ഒരു അത്ലറ്റ് ആയതുകൊണ്ട് വിജയം കൈവരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും പ്രതീക്ഷ കൈവിട്ടരുതെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നവൾ പറയുന്നു. അത് കേട്ടുകൊണ്ട് ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്ന സീഷൻ പിന്നെ എന്തുകൊണ്ടാണ് നീ ആ ഫീൽഡ് ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്നു. അതിന് മറുപടി പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾക്കതിന് കഴിയുന്നില്ല. അവൻ അകത്ത് കയറി വന്നപ്പോൾ മുതൽ മിസ് എ പുറത്തു നിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അകത്തെ സിറ്റുവേഷൻ മനസ്സിലായതുപോലെ അവൾ അകത്തേക്ക് കയറി അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് നാൻസിങ് തൽക്കാലം രക്ഷപ്പെട്ടു. ഒരു അസിസ്റ്റന്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് നീ നേരിട്ട് പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് സീഷനെ വഴക്ക് പറയുന്നുണ്ട്. മുമ്പ് അവളായിരുന്നു അവൻ്റെ അസിസ്റ്റന്റ്. ഇപ്പോൾ തിരക്കുകൾ കൂടിയത് കൊണ്ട് അവൾ CEO പോസ്റ്റിലേക്ക് മാറിയ ശേഷമാണ് പുതിയ അസിസ്റ്റന്റിനെ ആവശ്യമായി വന്നത്. പക്ഷെ മറ്റാരും ആ പോസ്റ്റിൽ വരുന്നത് അവന് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അവൾക്കതറിയാവുന്നത് കൊണ്ടാണ് അവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇൻ്റർവ്യൂ ഉറപ്പായി ഫെയിലാകുമെന്നറിയാവുന്നതിനാൽ നിരാശയെ അവിടെ നിന്ന് പോകുന്ന നാൻസിങ്ങിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ നായകൻ ഈ സമയം ലൈബ്രറിയിലെ ബുക്കുകൾക്കിടയിൽ തന്നെയായിരുന്നു. സ്പേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരെ പുസ്തകത്തിലുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് താൻ ഫ്യൂച്ചറിലേക്ക് എത്തിപ്പെട്ടത് എന്നതിന് മാത്രം കണ്ടെത്താൻ അവന് കഴിയുന്നില്ല. ലൈബ്രറിയിൽ വന്ന മറ്റുള്ളവരൊക്കെ അവൻ്റെ വേഷം കൊണ്ട് തന്നെ അവനെ പ്രത്യേകം ശ്രദ്ധിച്ച് കളിയാക്കി എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനെ ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. സീഷന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്തതിൻ്റെ നിരാശയിൽ നാൻസിങ് മുന്നോട്ട് നടക്കുമ്പോഴാണ് വഴിയിൽ റോസ് മിൽക്ക് വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടത്. അവൾ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അന്ന് അവിടെ കപ്പിൾസിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നതിനാൽ ബോയ് ഫ്രണ്ടിന് കൂടി ഒരെണ്ണം എടുക്കട്ടെ എന്ന് ഷോപ്പിലെ പെൺകുട്ടി അവളോട് ചോദിക്കുന്നു. നാൻസിങ്ങിന് അത് കേട്ടപ്പോൾ ബോയ് ഫ്രണ്ട് ഇല്ലെന്ന് പറയാൻ നാണക്കേട് തോന്നിനാൽ അവൾ 2 എണ്ണം വാങ്ങി ഒറ്റയ്ക്കിരുന്ന് 2 കുടിച്ചു തീർക്കുന്നു. എന്നിട്ട് സ്വയം സമാധാനിപ്പിച്ച് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നപ്പോഴാണ് അവളുടെ ഒരു കാലിലെ ഹീൽസ് തറയിൽ ഒരു ഹോളിൽ കുടുങ്ങിയത്. എത്ര ശ്രമിച്ചിട്ടും അവൾക്കത് ഊരിയെടുക്കാൻ കഴിയുന്നില്ല. അവൾക്ക് മുന്നിലിരുന്ന ഒരു കപ്പിൾസ് അവളെ കണ്ടെങ്കിലും അവർ അത് ശ്രദ്ധിക്കാതെ ഫോണിൽ സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. നിങ്ങൾക്കിങ്ങനെ കൊഞ്ചിക്കൊഴിയാതെ എന്നെ സഹായിച്ചു കൂടെ നമ്മൾ പിറുപിറുക്കുന്നുണ്ട്.
പെട്ടെന്ന് അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന ലോക്കറ്റിൽ നിന്ന് എന്തോ ഒരു പ്രത്യേക തരംഗങ്ങൾ ചുറ്റും വ്യാപിക്കുകയും അവളുടെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാം നിശ്ചലമാവുകയും ചെയ്യുന്നു. ആ തരംഗങ്ങൾ ലൈബ്രറിയിലിരുന്ന നമ്മുടെ ഹീറോയുടെ അടുത്ത് എത്തുകയും അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നവരും അതുപോലെ സ്റ്റക്കാവുകയും നാൻസിങ് സഹായം ചോദിക്കുന്നത് ഒരു ടെലിപ്പതി പോലെ അവൻ കേൾക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പേ ആരോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പോലെ അവൻ ലൈബ്രറിയിൽ നിന്ന് നാൻസിങ് നിൽക്കുന്നിടത്ത് എത്തുന്നു. അതോടെ അന്തരീക്ഷം നോർമലാകുന്നുണ്ട്. എങ്ങനെ അവിടെ എത്തിയെന്ന് ഒരു പിടിയും കിട്ടാൻ നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണെന്ന് പറഞ്ഞൊരു റോസ് അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തത്. അതിനുശേഷമാണ് കാല് വലിച്ചുവരാൻ പാടുപെടുന്ന നാൻസിങ്ങിനെ അവൻ കണ്ടത്. അപ്പോഴേക്കും അവളും അവനെ കാണുന്നു. ഇവർ കാരണമായിരിക്കുമോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ആ പൂവ് അവൾക്ക് നൽകുന്നു. നീ എന്താ ഇവിടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ നിന്റെ പേരെന്താണ് എന്നവൻ ചോദിക്കുന്നു. പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നീയാണോ എന്നവൻ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.